ഹായ് കൂട്ടുകാരി, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി 4 മണി പലഹാരമായാലോ? കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഹെൽത്തി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് 2 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട്, പിന്നെ 2 ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2 കപ്പ് അളവിൽ തേങ്ങയാണ്, അതും കൂടി ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഓട്സ് ഇട്ട് കൊടുക്കാം. ഏത് തരം ഓട്സ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറിയ ടീസ്പൂൺ അളവിൽ എടുത്ത് വെച്ച ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം. നല്ല രീതിയിൽ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത്, കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരിക്കലും കരിഞ്ഞു പോകരുത്, തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പം കണ്ടോ, ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒട്ടും മനസ്സിലാവാത്തവർക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്നുണ്ട് പൊടിച്ചെടുത്താൽ നന്നായിട്ട് രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. ആ ഒരു രീതിയാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം, എന്നിട്ട് അതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇനി അതേ ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ അവിലിട്ട് കൊടുക്കുക. അവിലും ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. അവിലൊക്കെ വറുത്തെടുക്കാൻ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കൂലേ. ഇതുപോലെ നന്നായിട്ട് അവൽ വറുത്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അവിൽ വറുക്കുക. ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പം അവിലിൻ്റെയും കളറൊക്കെ മാറി ചെറിയൊരു ലൈറ്റ് കളറിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതും തണുക്കാൻ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം തണുക്കാൻ വെച്ച ഓട്സ് എടുത്തിട്ട് അതിട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരിക കേട്ടോ. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും, പക്ഷേ ഒരിക്കലും ചൂട് കൊടുക്കാൻ പൊടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ആ പൊടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച അവിലും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതും നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ച 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു വലിയ തേങ്ങ മുഴുവനും ഉണ്ടാവും കേട്ടോ. 2 കപ്പ് എന്നുള്ള രീതിയിലാവുമ്പോൾ ഒരു തേങ്ങയുടെ അളവിനെടുത്താൽ മതിയാവും. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് ശർക്കര പാനി മുഴുവനായി ഒഴിച്ചു കൊടുക്കുമ്പോൾ പേടിയുണ്ടെങ്കിൽ പകുതി പോർഷൻ ഒഴിച്ചു കൊടുത്താൽ മതി. 2 കട്ട ശർക്കര അരിച്ചെടുത്തിട്ട് 1 കപ്പ് അളവിലാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ. ഇത് കൃത്യമായിട്ടുള്ള ഒരു അളവാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടെങ്കിൽ ഹാഫ് ഭാഗം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും അരക്കരുത്, ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. 1-2 വട്ടം കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ തേങ്ങയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ശർക്കര പിടിക്കും. പിന്നെ ബാക്കിയുള്ളത് പൊടികളാണല്ലോ, അപ്പോൾ എല്ലാം കൂടിയും പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2 വട്ടമായിട്ടാണ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പച്ച അതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇനി ഇപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാവൊന്നും ആയിട്ടില്ല. വീണ്ടും നമ്മളിതിലേക്ക് അവിൽ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക.
അവിൽ പൊടിച്ചതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള അവിൽ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ രണ്ട് വട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു കൃത്യമായിട്ടുള്ള അളവാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പൊടിയാണെങ്കിലും ശർക്കര പാവാണെങ്കിലും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ടീസ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയും കൊടുക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടല്ലോ. അപ്പോൾ കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തും പെട്ടെന്ന് തന്നെ ശർക്കരയും തേങ്ങയൊക്കെ ആയി കിട്ടും, എല്ലാം പൊടി ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇതാ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുകയും ചെയ്യുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമല്ലേ. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സും അതുപോലെ തന്നെ അവിലും വെച്ചിട്ടുള്ള അടിപൊളി ഓട്സ് അവിൽ ബോളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. 13 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനൊരു പീസ് സെൻറ്ററൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് കഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.